أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب يسر ولا تعسر. رب زدنا علما وحلما وحفظا وعقلا وأدبا كاملا. رب تمم بالخير والسعادة برحمتك يا أرحم الراحمين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال ونعوذ بالله من عذاب النار. بسم الله ما شاء الله لا يسوق الخير إلا الله. بسم الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله ما كان من نعمة فمن الله. بسم الله ما شاء الله لا حول ولا قوة إلا بالله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. عن أنس بن مالك رضي الله عنه أنه قال أن رجلا سأل النبي صلى الله عليه وسلم متى الساعة؟ قال وماذا أعددت لها؟ قال ما أعدت لها من كثير صلاة ولا صوم ولا صدقة ولكني أحب الله ورسوله. قال أنت مع من أحببت أو كما قال سيدنا رسول الله صلى الله عليه وسلم. عن ابن عباس رضي الله عنهما يغتنم خمسا قبل خمس حياتك قبل موتك وصحتك قبل سقمك وفراغك قبل شغلك وشبابك قبل هرمك وغناك قبل فقرك أو كما قال سيدنا رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പരിപാവനവുമായ ഈ സായം സന്ധ്യയിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരോടൊപ്പം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നന്മകൾ ചെയ്തവരായി അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് അല്ലാഹു ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹമായ പടച്ചറപ്പിന്റെ കലാമിനെ പറയുകയും കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ സദസ്സിൽ കുറഞ്ഞ സമയം എന്നെയും നിങ്ങളെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരുത്തി പടച്ചറപ്പിന്റെ വചനങ്ങളെ കുറിച്ച് ഓർമ്മിച്ച് ചിന്തിച്ച് അല്ലാഹുവിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഖുർആനെ കുറിച്ചൊക്കെ ചർച്ച നടക്കുന്ന ഒരു മജ്‌ലിസിൽ നമ്മുടെ ആയുസിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ചെലവഴിക്കാൻ തന്ന തൗഫീഖിനെ മനസ്സുകൊണ്ട് നിറഞ്ഞ് സ്തുതിക്കുക. അൽഹംദുലില്ലാഹ്. പടച്ചറബ്ബേ അൽഹംദുലില്ലാഹ്.
ലക്കൽ ഹംദു വലക്കൽ ശുക്ർ അലാ മാ ഹദൈതനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. എങ്ങും അശ്രദ്ധയുടെയും അലംഭാവത്തിന്റെയും അതിരുവിടലുകളുടെയും അഹംഭാവങ്ങളുടെയും അതിക്രമങ്ങളുടെയും അനീതികളുടെയും അനിശ്ചിതത്വങ്ങളുടെയും കാലത്ത് പടച്ചറപ്പിന്റെ ഖുർആനെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ വചനങ്ങളെ നമ്മുടെ നാവിലൂടെ കേട്ട് നമ്മുടെ ശ്രവണപടങ്ങളിലൂടെ ആസ്വദിച്ച് ഉള്ളിലേക്ക് ഇറക്കാനും അള്ളാഹു നൽകിയ മഹാസൗഭാഗ്യത്തിന്റെ സദസ്സിലാണ് നമ്മളുള്ളത്. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ. സൂറത്ത് യാസീനിൽ നമ്മുടെ സന്തോഷത്തിന്റെ സമവാക്യങ്ങൾ എന്ന ഒരു പൊതു ടൈറ്റിലിൽ നീണ്ട 16ഓളം എപ്പിസോഡുകൾ കടന്നു വന്ന ഒരു മഹത്തായ പഠന പരമ്പരയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ ക്ലാസിന്റെ പ്രമേയം മുന്നറിയിപ്പിൽ നിന്ന് മഹാനാദത്തിലേക്ക്. മുന്നറിയിപ്പിൽ നിന്ന് മഹാനാദത്തിലേക്ക് എന്ന സബ് ടൈറ്റിലാണ് ഇന്ന് നമ്മൾ ഖുർആൻ ക്ലാസ് സംസാരിക്കുന്നത്. സൂറത്ത് യാസീനിന്റെ 45 മുതൽ 50 വരെയുള്ള ആയത്തുകളെ പഠന വിധേയമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിക്കുന്നു. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ 45-ാമത്തെ ആയത്ത്. وَإِذَا قِيلَ لَهُمُ اتَّقُوا مَا بَيْنَ أَيْدِيكُمْ وَمَا خَلْفَكُمْ لَعَلَّكُمْ تُرْحَمُونَ. അവരോട് പറയപ്പെട്ടാൽ, വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കൂ, നിങ്ങൾ തഖ്വയുള്ളവരാകുക, നിങ്ങൾ ഭക്തിയുള്ളവരാകുക, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന പേടിക്കുന്നവരാകുക. മാ ബൈന ഐദീകും വമാ ഖൽഫകും, നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, നിങ്ങൾ ജാഗ്രതപ്പെടേണ്ടത് മാ ബൈന ഐദീകും, നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും വമാ ഖൽഫകും, നിങ്ങളുടെ പിന്നോട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും. നമ്മൾ കടന്നു വന്ന വഴിത്താരകൾ, നമ്മൾ നടന്നു വന്ന വഴികൾ, നമ്മളെ നമ്മളാക്കി തീർത്ത ഒരുപാട് അനുഭവ സംഭവങ്ങളിലൂടെ, ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെ ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പൊ എന്തെങ്കിലും എന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ കാണുന്നവർക്ക് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന്റെ ഇടയിൽ നമ്മൾ കടന്നു വന്ന വഴിത്താരകൾ, അതിനെ കുറിച്ച് ഒന്ന് സൂക്ഷിക്കും. വമാ ഖൽഫകും, മാ ബൈന ഐദീകും വമാ ഖൽഫകും, ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മൾ താണ്ടിക്കിടക്കേണ്ടുന്ന ചുരപാതകൾ, ഐഹിക ജീവിതത്തിന്റെ പ്രതിസന്ധികളും വൈതരണികളും നിറഞ്ഞ മുള്ളുകളും മുരടുകളും മൂർഖപ്പാമ്പുകളും നിറഞ്ഞിരിക്കുന്ന വഴിത്താരകളിലൂടെ സഞ്ചരിച്ചു പോകേണ്ടുന്ന ഈ ഐഹിക ജീവിതവും, അത് കഴിഞ്ഞ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ബർസഖ് എന്നറിയപ്പെടുന്ന അന്തരാള ഘട്ടം എന്നറിയപ്പെടുന്ന 6 അടി മണ്ണിന്റെ ഉള്ളിലെ ജീവിതവും, അത് കഴിഞ്ഞ് നമ്മൾ പരലോകത്ത് ലോകത്തുള്ള മുഴുവൻ പടപ്പുകളെയും ഒരുമിച്ച് കൂട്ടി പടച്ച തമ്പുരാന്റെ മുൻപിൽ നിൽക്കേണ്ടി വരുന്നതിനെ സംബന്ധിച്ച്, അത് കഴിഞ്ഞ് ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ, ഒരു കൂട്ടർ ഇങ്ങോട്ട് മാറി സ്വർഗ്ഗത്തിലേക്ക്, മറുകൂട്ടർ ഇങ്ങോട്ട് മാറി നരകത്തിലേക്ക് എന്ന് വേർതിരിക്കുമ്പോ സ്വർഗ്ഗത്തിന്റെ പാർട്ടിയിലേക്കാണോ നരകത്തിന്റെ പാർട്ടിയിലേക്കാണോ തന്നെ മാറ്റി നിർത്തപ്പെടുന്നത് എന്ന് അറിയാതെ ആശങ്കയോടെ കാത്തിരിക്കുന്ന പരലോകത്തിന്റെ നിമിഷങ്ങളെ പറ്റി അള്ളാഹുവിന്റെ അമേയമായ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമായി പാത്രീഭൂതരായി സ്വർഗത്തിലേക്കാണ് കയറുന്നത് എങ്കിൽ അള്ളാഹു അങ്ങനെ ആകുമാറാകട്ടെ. ആമീൻ. ഒരൽപ്പം പോലും നരകത്തിലേക്ക് എടുത്തു വെക്കാതെ ആദ്യം തന്നെ സ്വർഗത്തിലേക്ക് കയറ്റപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് നമ്മുടെ വരവും നമ്മുടെ ഇരിപ്പും നമ്മുടെ പറച്ചിലും നമ്മുടെ കേൾക്കലും നമ്മുടെ സമയം ചെലവഴിക്കലും അള്ളാഹു സബബാക്കി തരട്ടെ. ആമീൻ. അങ്ങനെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കാണ് നമ്മൾ എടുത്തു വെക്കുന്നതെങ്കിൽ അവിടെ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു മനസ്സിൽ ഇതുവരെ ആരും ചിന്തിക്കാത്ത അനേകായിരം അനുഗ്രഹങ്ങളുടെ നടുവിൽ നിന്നുള്ള തമ്പുരാനെ കാണുന്ന റുയ്യത്ത് എന്ന
ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും സമ്പൂർണവും സമഗ്രവും അന്ത്യവുമായ സമ്പൂർണമായ ആഗ്രഹമാകുന്ന അള്ളാഹുവിനെ കാണുക എന്ന ലിഖായിലേക്ക്, അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് എത്തുക എന്ന മുറാഫഖത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുന്നത് വരെയുള്ള നമ്മുടെ മുന്നിലുള്ള യാത്രയെ കുറിച്ച് ശ്രദ്ധിക്കൂ, സൂക്ഷിക്കൂ. അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണ്. അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹിന്റെ നബി, ആലിമീങ്ങൾ, പ്രസംഗങ്ങൾ, വെള്ളിയാഴ്ചകൾ, റമദാനുകൾ, റബീഉൽ അവ്വലുകൾ ഓരോന്നും നമുക്ക് അള്ളാഹു ഓരോ സീസണുകളിലായി തന്നുകൊണ്ട് ഒന്നിനു പിറകെ ഒന്നായിട്ട് താക്കീത് നൽകുന്ന തമ്പുരാൻ അർഹമുർ റഹീമാണ്. ലോകത്തിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ് നമ്മോട്, നമ്മുടെ ദേഹത്തോട്. സത്യത്തിൽ എനിക്കും നിങ്ങൾക്കും നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ദേഹത്തോട് വല്ല കരുണയുണ്ടോ? ഇല്ല എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ ജീവിക്കുന്ന നിസ്സംഗതയുടെ, അലസതയുടെ ഈ ജീവിതം ഈ ശരീരത്തിനെ കൊണ്ടുപോകുന്നത് നാശത്തിലേക്കാണ്. പക്ഷെ നമ്മൾ ഈ ദേഹത്തോട് കരുണ കാണിക്കുന്നില്ല. നമ്മൾ കൊണ്ട് നടക്കുന്ന ഈ ഇറച്ചിയോടും മാംസത്തോടും കണ്ണിനോടും കാതിനോടും കൽവിനോടും നമുക്ക് സ്നേഹവും കരുണയുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ കാണിക്കില്ല. മുന്നിങ്ങളെ നമ്മൾ കാണിച്ചത് പലതും കാണിക്കില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഈ കൈവിട്ട് ജീവിക്കുന്നത്? നമുക്ക് നമ്മുടെ ദേഹത്തോട് സ്നേഹമില്ലാത്തത് കൊണ്ടാ. സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, സ്വന്തത്തെ സ്നേഹിക്കുക. അത് നമുക്കില്ല. പക്ഷെ പടച്ചറപ്പ് നമ്മളെക്കാൾ നമ്മുടെ ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മുന്നറിയിപ്പുകൾ, ഒന്നിനു പിറകെ ഒന്നായിട്ട് മുന്നറിയിപ്പുകൾ, താക്കീതുകൾ നൽകി. അല്ലാഹുവിന്റെ നബി നദീറാണ്, ബഷീറാണ്, നദീറാണ്. നദീർ എന്ന് പറഞ്ഞാൽ താക്കീത് കൊടുക്കുന്നതാണ്. ഒരുപാട് താക്കീതുകൾ തന്നിട്ടുണ്ട്. താക്കീതുകൾ, വാണിംഗ്സ്, വാണിംഗ്, വാണിംഗ്, ഒന്നിനു പിറകെ ഒന്നില്ല. അരുതേ, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ജീവിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്, ഇങ്ങനെ സംസാരിക്കരുത്, ഇങ്ങനെയുള്ള സദസ്സിൽ പോയി ഇരിക്കരുത്. എന്തുമാത്രം വാണിംഗുകൾ ജീവിതത്തിൽ തന്നിട്ടതിനെ അവഗണിച്ചിട്ടാ നമ്മൾ നടക്കുന്നത്. നമ്മുടെ ഈ കൊണ്ടു നടക്കുന്ന ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഹെൽത്തിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള കുറെ വാണിംഗുകൾ നമുക്ക് തരും, ഗവൺമെന്റ് തരും, ആരോഗ്യ ഭവനങ്ങളിൽ നിന്ന് തരും, ഒരുപാട് താക്കീതുകൾ നൽകും. പക്ഷെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ട്, ഇല്ലെങ്കിൽ അതിന്റെ കെടുതി നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ, ടാബ് ഉപയോഗിക്കുമ്പോൾ, ഇലക്ട്രിക് ഉപയോഗിക്കുമ്പോൾ, കറണ്ടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, പലതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കുറെ വാണിംഗുകൾ, കുറെ താക്കീതുകൾ നമുക്ക് നൽകാറുണ്ട്. അത് ശ്രദ്ധിച്ചാൽ അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനെ അവഗണിച്ചാൽ നമ്മൾ അപകടത്തിൽപ്പെടും. ഇതൊരു സ്വാഭാവികമായ സംഗതിയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് വാണിംഗുകൾ, ഡോക്ടർമാര്, അധ്യാപകര്, മാതാപിതാക്കളൊക്കെ നമുക്ക് ചില വാണിംഗുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ വാണിംഗുകളോട് പൊതുവിൽ അവഗണനയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളത് ഇല്ല, പൊതുവിൽ ഈ തത്വത്തിൽ പറയുന്നത് പോലെ അന്നാസു ഹദീസുൻ അലാ മാ മുനിയ. ജനങ്ങൾക്ക് പൊതുവിൽ ഒരു സ്വഭാവമുണ്ട്, എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് ചെയ്യും. ഏതൊരു കാര്യം അരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് നഫ്സിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അത് പൊതുവിലുള്ള ഒരു സംഗതിയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീന്റെ 45 മുതലുള്ള ആയത്തുകളിൽ നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് വാണിംഗുകാർ വന്നു, താക്കീതുകാർ വന്നു, മുന്നറിയിപ്പുകാർ വന്നു, പക്ഷെ നമ്മൾ അവഗണിച്ചു. ഈ മുന്നറിയിപ്പ് നമ്മൾ പോകുന്നത് ഒരു മഹാനാദത്തിലേക്കാണ്, സ്വൈഹ, അട്ടഹാസം. അല്ലാഹു പറയുന്നത് ശ്രദ്ധിക്കുക, വൈദാ ഖീല ലഹും ഇത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും. നിങ്ങളുടെ മുമ്പിലുള്ളതും നിങ്ങളുടെ പിന്നിലുള്ളതുമായ കാര്യങ്ങളെ സൂക്ഷിക്കുകയും ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെടുന്നവരാകാൻ വേണ്ടി. ഈ വാണിംഗുകളെ ശ്രദ്ധിച്ചാൽ അള്ളാന്റെ കരുണ നമുക്ക് കിട്ടും. ആ അള്ളാന്റെ കരുണ കിട്ടിയതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ നമ്മുടെ പരലോകത്ത് ശ്രദ്ധിക്കുന്നവരായി, നമ്മൾ നിസ്കരിക്കുന്നവരായി, ഖുർആൻ ക്ലാസ് കേൾക്കുന്നവരായി എന്റെ മുന്നിൽ വന്ന് നിങ്ങൾ ഇങ്ങനെ സാഹൂതം ശ്രദ്ധിച്ചിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ വാണിംഗുകളെ നമ്മൾ പരിഗണിച്ചത് കൊണ്ട് നമ്മൾ വന്നിരിക്കുകയാണ് അള്ളാഹുവിനെ കേൾക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹ് പറയുന്നത്, ഈ വാണിംഗുകൾ നിങ്ങളുടെ മുന്നിലുള്ളതും നിങ്ങളുടെ പിന്നിലുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കുന്നു എങ്കിൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അനുഗ്രഹീതരാകും, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിന് പാത്രീഭൂതരാകും. ഇവിടെ ഇത്തഖൂ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക. അത് കേവലം ഭയപ്പെടലല്ല,
പരലോകത്തെ കുറിച്ചുള്ള, വരാനിരിക്കുന്ന നമ്മുടെ മുന്നിലുള്ള യാത്രയുടെ ദുർഘടതകളെ കുറിച്ചുള്ള ആകാംക്ഷകളും ചിന്തകളും എല്ലാം കൂടി ചേർന്നതാണ്. ഇവിടെ മാബൈന ഐദീകും വമാ ഖൽഫകും എന്നതിന് തഫ്സീർ ഖുർതുബിയിൽ പല വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മാബൈന ഐദീകും എന്ന് പറഞ്ഞാൽ മുമ്പ് കഴിഞ്ഞു പോയ ജനതകളുടെ സംഭവങ്ങളും ശിക്ഷകളും. മുമ്പ് നമുക്ക് ഒരുപാട് സമൂഹങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ അല്ലാഹു പല രീതിയിൽ താക്കീതുകൾ കൊടുത്തിട്ടുണ്ട്, മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതിനെ അവർ അവഗണിച്ചു. അങ്ങനെ അല്ലാഹു ശിക്ഷകൾക്ക് വിധേയമാക്കി. ശേഷം നമ്മൾ സംസാരിക്കും അതിനെ പറ്റി. അപ്പൊ കഴിഞ്ഞു പോയത് എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ സമൂഹത്തിന് കൊടുത്ത താക്കീതുകളും അവഗണിച്ചപ്പോൾ അവർക്ക് വന്ന ശിക്ഷകളും അത് നിങ്ങൾ പഠന വിധേയമാക്കി. വമാ ഖൽഫകും, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആഖിറത്തെ പറ്റിയുള്ള ചിന്തയും എപ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ. ഇബ്നു അബ്ബാസ്, മുജാഹിദ് തുടങ്ങിയവരിൽ നിന്ന് ഇമാം ഖുർതുബി ഉദ്ധരിക്കുന്നത് മുമ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ പാപങ്ങൾ എന്നാണ്. വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി ചെയ്യാൻ പോണ പാപങ്ങൾ എന്നാണ്. കഴിഞ്ഞുപോയ പാപങ്ങളെ സംബന്ധിച്ച് തൗബ കൊണ്ടും വരാനിരിക്കുന്ന പാപങ്ങൾ വരാതെയും ശ്രദ്ധിക്കൂ, സൂക്ഷിക്കൂ എന്നാണ്. എന്നാൽ വേറൊരു വ്യാഖ്യാനം കൊടുക്കുന്നത് മാബൈന ഐദീകും വമാ ഖൽഫകും എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ശിക്ഷയെയും ആഖിറത്തിന്റെ ശിക്ഷയെയും. ഇപ്പൊ തന്നെ ദുനിയാവിൽ പലതരം ശിക്ഷകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കലുണ്ട്, ചിലപ്പോൾ നമ്മൾ സമൂഹമായിട്ട് കൂട്ടത്തിൽ അനുഭവിക്കലുണ്ട്. പല ശിക്ഷകൾ നമുക്ക് വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ അനുഭവിക്കുന്ന പല രോഗങ്ങളും ശിക്ഷകളാണ്. നമ്മൾ അനുഭവിക്കുന്ന പല കെടുതികളും ശിക്ഷകളാണ്. നമ്മൾ അനുഭവിക്കുന്ന പല ഒറ്റപ്പെടലുകളും പല കുറ്റപ്പെടുത്തലുകളും പലതരം നമ്മൾ വേദന ഉളവാക്കുന്ന ഏതും ഒന്നുകിൽ അത് ശിക്ഷയാകാം, അല്ലെങ്കിൽ അത് പരീക്ഷണമാകാം. പരീക്ഷണമായാൽ അത് ക്ഷമിച്ചാൽ പുണ്യം കിട്ടും, ക്ഷമിച്ചില്ലേ ഒന്നും കിട്ടൂല. ശിക്ഷയാണെങ്കിൽ നമുക്കതൊരു പുണ്യമൊന്നും കിട്ടാനില്ല. നമ്മൾ ഏതോ ചെയ്തതിന് അല്ലാഹു ശിക്ഷ തന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അത് അസുഖമായിട്ടായാലും കടമായിട്ടായാലും പ്രതിസന്ധി ആയിട്ടായാലും നമ്മൾ അനുഭവിച്ചു തീർത്തത്. അതുകൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്ന ശിക്ഷകളെ സംബന്ധിച്ച് നിങ്ങൾ സൂക്ഷിക്കും, പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷകളെ സംബന്ധിച്ച് നിങ്ങൾ സൂക്ഷിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ നമ്മളടുത്ത് സൂക്ഷിക്കൂ എന്ന് പറഞ്ഞത് പടച്ചറബിന്റെ വലിയൊരു കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ഒരു വലിയ മുന്നറിയിപ്പാണ്. 46-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നു, എന്താ? വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. അവരുടെ രക്ഷിതാവിന്റെ ആയത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ആയത്ത് വന്നാൽ അവരതിൽ നിന്ന് തിരിഞ്ഞു കളയുകയേ ചെയ്യുന്നുള്ളൂ. വമാ തഅതീഹിം, അവർക്ക് വരുന്നില്ല, മിൻ ആയത്തിൻ, ഒരു ആയത്തും വരുന്നില്ല, മിൻ ആയാതി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ആയത്തുകളിൽ ഒരായത്തും വരുന്നില്ല, ഇല്ലാ കാനൂ അൻഹാ, അവരതിനെ തൊട്ട് ആയിട്ടല്ലാതെ, മുഅ്രിദീൻ, പിന്തിരിഞ്ഞു കളയുന്നവരായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഏതൊരു ആയത്ത് വന്നാലും അവരതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണ്. എന്നിട്ട് യഥാർത്ഥത്തിൽ ആയത്തുകൾ വരുമ്പോ ഓരോ ആയത്തുകൾ നമുക്ക് തരുന്ന മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ്, കൂടുതൽ ശ്രദ്ധാകുലരാകേണ്ടത്. നമ്മൾ ആയത്തുകൾ ഓരോന്ന് കേട്ടിട്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയുക. ചിന്തിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങളെ എന്റെയും നിങ്ങളുടെ അവസ്ഥകളാ പറയുന്നത്. നമ്മൾ ഓതുന്ന ഓരോ ആയത്തുകളിലും അള്ളാഹിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ താക്കീതുകളുണ്ട്. പക്ഷേ നമ്മൾ അവഗണിച്ചു കളയുന്നുണ്ട് എന്നാ പറയുന്നത്. എന്നിട്ട് അടുത്തത് അവരോട് പറയപ്പെട്ടാൽ, നിങ്ങൾക്ക് അല്ലാഹ് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ എന്ന് പറയപ്പെട്ടാൽ, അവർ പറയും, അവിശ്വാസികൾ ഇങ്ങനെ പറയുന്നത്, അല്ലാഹ് ഉദ്ദേശിച്ച ഭക്ഷണം കൊടുക്കണവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കണം. എങ്ങനെ ഒന്ന് കേട്ടെ. അവരോട് പറയപ്പെട്ടാൽ, നിങ്ങൾ ചെലവഴിക്കൂ, മിമ്മാ റസഖകുമുല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് പാവങ്ങൾക്ക് കൊടുക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടെന്ന് അറിയാമോ? നമ്മൾ ഒരുത്തിന് ഭക്ഷണം കൊടുക്കണോ? അല്ലാഹ് ഉദ്ദേശിച്ചാൽ ഭക്ഷണം കൊടുക്കുന്നവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പരിഹാസത്തിന്റെ വചനമാണ്, ഇതൊരു കളിയാക്കലിന്റെ വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാനായ
ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറയുന്നത് ഇത് യഹൂദരെ കുറിച്ചാണ് ഈ ആയത്ത് വന്നത്. മറ്റൊരു അഭിപ്രായത്തിൽ മുശ്രിക്കുകളെ സംബന്ധിച്ചാണ് വന്നത്. നബിയുടെ പാവങ്ങളായ സഹാബത്ത്, ദരിദ്രരായ സഹാബത്ത് ഇവരടുത്ത് നിന്ന് സഹായം ചോദിച്ചപ്പോ അവര് പരിഹാസത്തോടെ ഈ വർത്തമാനം പറഞ്ഞു അത്രേ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരെ തന്നെ ഭക്ഷിപ്പിക്കുമായിരുന്നില്ലേ. അതായത് മുഅ്മിനീങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, എന്താണ്? എന്ത് പറഞ്ഞാലും മാഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശം നടക്കും, അള്ളാഹ് ഉദ്ദേശിക്കില്ലേ നടക്കും. എപ്പോഴും ഏത് കാര്യത്തിനെയും അള്ളാഹുവിന്റെ മശീയത്തുമായിട്ട്, അതേ അള്ളാഹുവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുക എന്നത് സത്യവിശ്വാസിയുടെ ഒരു വിശേഷണമാണ്. അതുകൊണ്ട് അങ്ങനെ കളിയാക്കിക്കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ച അവർക്ക് കൊടുക്കൂലേ? നമ്മൾ കൊടുക്കുന്നത് ഈ ഓഫാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശക്തമായ താക്കീത് കൊടുത്തു. അവർക്ക് ശക്തമായ ശിക്ഷ കൊടുക്കുകയുണ്ടായി. അതായത് ഈ സമ്പത്ത് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സ്വന്തമല്ലല്ലോ. സമ്പത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. സമ്പത്ത് എപ്പോഴും ഒരാളുടെയും സ്വന്തമല്ല, അത് അമാനത്താണ്. ഒരു അമാനത്ത് വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ എത്ര ശ്രദ്ധയോടുകൂടിയും ജാഗ്രതയോടുകൂടിയും അതിനെ ഉപയോഗിക്കണമോ അതേ ഗൗരവത്തിൽ ഉപയോഗിക്കേണ്ട കാര്യമാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ സമ്പത്ത്. നമ്മുടെ സന്താനങ്ങളും നമ്മുടെ സമ്പത്തുകളും നമ്മുടെ അമാനത്തുകളാണ്. എത്ര രൂപ കയ്യിൽ കിട്ടിയോ അത്രയും രൂപയുടെ വരവിനെ സംബന്ധിച്ചു, എത്ര രൂപ കയ്യിൽ നിന്ന് ചെലവായോ അത്രയും രൂപയുടെ ചെലവിനെ സംബന്ധിച്ചും കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന അമാനത്ത്. ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്തിട്ട് ഉത്തരം പറയാതെ കാല് അനക്കാൻ പറ്റാത്ത തരത്തിൽ ഗൗരവകരമായ അമാനത്ത്. നമുക്ക് കിട്ടിയ ആയുസിന്റെ കാര്യം എന്നതുപോലെ, നമുക്ക് കിട്ടിയ യുവത്വം എന്നതുപോലെ, നമുക്ക് കിട്ടിയ അറിവ് എന്നതുപോലെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് നമ്മുടെ സമ്പത്ത്. മനുഷ്യ സന്തതികളുടെ കാൽപാദം ഉടയ തമ്പുരാന്റെ ദർബാറിന്റെ മുന്നിൽ ചെന്നിട്ട് അനക്കാൻ പറ്റില്ലത്രേ. 4 കാര്യങ്ങളെ സംബന്ധിച്ച് അവന് ചോദ്യം ചെയ്ത് ഉത്തരം പറയാതെ. എന്താണ് 4 കാര്യം? അവന്റെ സമ്പത്തിനെ സംബന്ധിച്ച് മിൻ ഐന ഇക്തസബഹു ഫീമാ അൻഫഖ, എവിടെന്നാണ് സമ്പാദിച്ചത്, എങ്ങനെയാണ് ചെലവഴിച്ചത്, മറുപടി കൊടുക്കണം. അവന്റെ യുവത്വത്തെ സംബന്ധിച്ച് എന്തിനായിട്ട് നശിപ്പിച്ചു, അവന്റെ സമയത്തെ സംബന്ധിച്ച് എന്തിനായിട്ട് തൊലച്ചു കളഞ്ഞു, അവന്റെ ഇൽമിനെ സംബന്ധിച്ച് പഠിച്ചതനുസരിച്ച് എന്ത് ചെയ്തു. ഈ 4 കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ കാലനക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യം എനിക്കും നിങ്ങൾക്ക് നാളെ അല്ലാഹുവിന്റെ മുന്നിൽ വരാനുണ്ട്. അതാണ് നിങ്ങളുടെ മുന്നിലുള്ളതിനെ കുറിച്ച് ശ്രദ്ധിക്കൂ എന്നല്ല പറഞ്ഞത്, അതിനെ കുറിച്ച് കൂടി ശ്രദ്ധിക്കൂ എന്നാണ്. അവര് പറയുന്നതെന്നറിയോ? നിങ്ങൾ പറയുന്നത് മരിക്കും, പരലോകം വരും, ഖിയാമത്ത് വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും. എപ്പോഴാ വരുന്നത്? ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യമാണ് പറയണ. പരലോകം ഉണ്ടാ, ഖിയാമത്ത് വരും, ലോകാവസാനം ഉണ്ടാ, എങ്കിൽ എന്താന്ന് പറയും. ഈ തരത്തിൽ അവർ ചോദിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവർ, ഈ മനുഷ്യന്റെ അഹങ്കാരം കൊണ്ടും ധിക്കാരം കൊണ്ടും അവൻ ചോദിക്കുകയാണ്, എപ്പോഴാ ഖിയാമത്ത്, എപ്പോഴാ ശിക്ഷ വരുന്നത്, എപ്പോഴാ പരലോകം വന്നത്. ഇങ്ങനെ ചോദിക്കുമ്പോ അവർ തർക്കിച്ചു കൊണ്ടിരിക്കെ അവർ ഒരു അട്ടഹാസം വന്ന് പിടികൂടും. ഒരു അട്ടഹാസത്തെ മാത്രമാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഈ അട്ടഹാസം അവരെ പിടികൂടും. അവർ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്റെ ജീവിതത്തിൽ, നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ വെച്ച്, ഒരുപാട് പരീക്ഷണങ്ങൾ വെച്ച്, എന്ന് വെച്ചാൽ അല്ലാഹു താക്കീതുകൾ നമുക്ക് തന്നതുപോലെ എല്ലാവർക്കും താക്കീത് കൊടുത്തു, എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ ആ മുന്നറിയിപ്പിനെ എല്ലാം അവഗണിച്ചിട്ടാണ് അവർ ജീവിച്ചത്. അങ്ങനെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് ജീവിച്ചപ്പോ അല്ലാഹു പല തരത്തിൽ അവരെ ശിക്ഷിക്കുകയുണ്ടായി. മുൻകഴിഞ്ഞ ഓരോ സമൂഹത്തെ അവരുടെ കുറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പിടിച്ച് ശിക്ഷിച്ചു. ചിലരെ ചരൽ കല്ല് കൊണ്ടെറിഞ്ഞ്,
വമിൻഹും മൻ അഖദത്ഹു സ്വൈഹ, ചിലരെ അട്ടഹാസം പിടികൂടി. വമിൻഹും മൻ ഖസഫനാ ബിഹിൽ അർള, ചിലരെ കൊണ്ട് ഭൂമി അങ്ങ് താഴ്ത്തി കളഞ്ഞു. വമിൻഹും മൻ അഗ്റഖനാ, ചിലരെ മുക്കിക്കൊന്നു കളഞ്ഞു. വമാ കാന അല്ലാഹു യദ്ലിമുഹും, ഇതൊന്നും അല്ലാഹു അവരോട് കാണിച്ച അക്രമമല്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, ഇവരെല്ലാവരും ഇവരെ സ്വന്തത്തോട്, ഇവരെ സ്വന്തം ദേഹത്തോട് അക്രമം കാണിച്ചതിന്റെ പേരിലാണ് ഈ കെടുതികളും ശിക്ഷകളെല്ലാം അവർക്ക് വന്നുപെട്ടത്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു, മുന്നറിയിപ്പ് വന്നു. ആ മുന്നറിയിപ്പിൽ നിന്ന് നമ്മൾ പോകുന്നത് ഈ അട്ടഹാസത്തിലേക്കാണ്. അവരുടെ ജീവിതങ്ങളിൽ, തിരക്കുകളിൽ, കച്ചവടങ്ങളിൽ, കല്യാണങ്ങളിൽ, ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ഈ വലിയ അട്ടഹാസം വന്ന് പിടികൂടുകയും ഖിയാമത്ത് നാളിലേക്ക് ഇഴുകി ചേരേണ്ടി വരികയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 45 മുതൽ ഈ 50 വരെയുള്ള ആയത്തുകൾ നമ്മോട് സംസാരിക്കുന്നത്. മുന്നറിയിപ്പ് തരും, അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ആയത്ത് കേട്ടാൽ മാത്രം പോരാ, ആ ആയത്തുകൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. സമ്പത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, അമാനത്താണ്. നമ്മൾ സമാധാനം പറയേണ്ടി വരും. ആഖിറത്തിനെ പരിഹസിക്കാൻ പാടില്ല. അത് എന്ന് വരുമല്ല എന്ന് വരും എന്നല്ല ചോദിക്കാനുള്ളത്, അതിനുവേണ്ടി എന്ത് തയ്യാറാക്കി വെച്ചു എന്നാണ് ചോദിക്കാനുള്ളത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു സഹാബി വന്ന് നബിയോട് ചോദിച്ചു അത്രേ, എപ്പോഴാണ് നബിയേ ഖിയാമത്ത് നാള്? ഖിയാമത്ത് നാളിന്റെ അത്ഭുതങ്ങളും അതിന്റെ ഭീകരതകളും കേട്ട് ശീലിച്ച സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് നബിയേ ഖിയാമത്ത് നാളാകുന്നത്? അപ്പോൾ റസൂൽ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വമാദാ അഅദത ലഹാ, ഖിയാമത്ത് നാളിനെ ചോദിക്കുന്നത് അതിനു വേണ്ടി എന്താ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ റസൂൽ ആ സഹാബി നബിയോട് പറഞ്ഞ വർത്തമാനമുണ്ട്, ഞാൻ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. സഫർ ഇങ്ങനെ കഴിഞ്ഞ് റബീഉൽ അവ്വൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മഹബ്ബത്ത് നബിയുടെ, ഇഷ്ഖ് നബിയുടെ ഗീതങ്ങളും സാഹിത്യങ്ങളും ലോകത്ത് ഇങ്ങനെ പരന്ന് പന്തലിക്കാൻ പോവുകയാണ്. ലോകം മുഴുവൻ പ്രവാചക അനുരാഗത്തിൽ ലയിക്കാൻ പോവുകയാണ്. ഇസ്ലാമിക വൈജ്ഞാനിക കലാ സാഹിത്യ വിസ്ഫോടനങ്ങളുടെ ഒരു വലിയ പൂത്തിരി ഇവിടെ കത്തിക്കപ്പെടാൻ പോവുകയാണ്. റബീഉൽ അവ്വലിന്റെ പൊന്നമ്പടി പറന്നിങ്ങനെ വരുമ്പോ ഇസ്ലാമിക വൈജ്ഞാനിക സാഹിത്യ വിപ്ലവം ലോകത്ത് സാധ്യമാകാൻ പോകുമ്പോ ഈ സഹാബി പറഞ്ഞ വർത്തമാനം നമ്മളൊന്ന് മനസ്സിൽ കോറിയിടണേ. എന്താ പറഞ്ഞത്? മാ അഅദതു ലഹാ മിൻ കസീരി സ്വലാത്തിൻ വലാ സൗമിൻ വലാ സദഖത്തിൻ. അല്ലാഹുവിന്റെ നബിയേ, ഒരുപാട് നിസ്കാരങ്ങളും ഒരുപാട് നോമ്പും ഒരുപാട് സദഖയൊന്നും ഞാൻ ചെയ്തിട്ട് പരലോകത്തിനൊന്നും തയ്യാറാക്കി വെച്ചിട്ടില്ല നബിയേ. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടുമുള്ള ഇഷ്ടമല്ലാതെ, സ്നേഹമല്ലാതെ, മഹബ്ബത്തല്ലാതെ ഒരുപാട് നിസ്കാരങ്ങൾ കൂട്ടിവെച്ചില്ല നബിയേ, ഒരുപാട് നോമ്പും സദഖയൊന്നും കൂട്ടിവെച്ചിട്ടില്ല നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹുവിന്റെ നബി സഹാബിയോട് പറഞ്ഞു കൊടുത്തു, ശ്രദ്ധിച്ച് കേൾക്കണേ, എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ. എന്താ പറഞ്ഞത് അറിയാമോ? അൻത മഅമൻ അഹ്ബബ്ത, ശരി എങ്കിൽ ഖിയാമത്തിന്റെ ഭീകരതകളിൽ, ഖിയാമത്തിന്റെ ഭയാനകതകളിൽ അവസാനം നീ ചെന്നെത്തുന്നത്, നീ ഇഷ്ടപ്പെട്ട, നീ സ്നേഹിച്ച ആളിന്റെ സന്നിധിയിലേക്കാണ്. നിനക്ക് നാളെ ഒപ്പം കിട്ടുന്നത് നീ ഇഷ്ടപ്പെട്ടവരും സ്നേഹിച്ചവരുമാണ്. അൻത മഅമൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ട, നീ അല്ലാഹുവിന്റെ നബിയോട് ഇഷ്ടം വെച്ചാ സ്നേഹം വെച്ചാ നാളെ അല്ലാഹുവിന്റെ നബിയോട് ഒരുമിച്ച് കൂടാൻ പറ്റും. അല്ലാഹു നമുക്ക് ഏവർക്കും വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നബിദിനം വരുമ്പോ മഹബ്ബത്തുല്ലാഹ്, മഹബ്ബത്തുർ റസൂൽ, മഹബ്ബ സ്നേഹം ചർച്ച ചെയ്യപ്പെടുന്ന സീസൺ. ഇഷ്ക് ഇങ്ങനെ വിഴിഞ്ഞൊഴുകുന്ന, ഇങ്ങനെ രാവും പകലും ഊണിലും ഉറക്കിലും ഒക്കെ ഉമ്മത്തുൽ മുസ്ലിമ അവരുടെ ചർച്ചകളിൽ, എഴുത്തുകളിൽ, പ്രസംഗങ്ങളിൽ, പാട്ടിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സ്നേഹം വിഴിഞ്ഞൊഴുകുന്ന സീസണുകളാണ് നമുക്ക് വരാൻ പോകുന്നത്. എന്തിനാ
എന്തിനാണ് നബി സ്നേഹം? നബി സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇഹലോകത്തിലും പരലോകത്തിലും രക്ഷപ്പെടും. നമ്മുടെ ഈമാന് സലാമത്താകാനുള്ള നല്ലൊരു വഴിയാണ് മഹബ്ബത്തു റസൂൽ. ജീവിതത്തിൽ അമലുകൾ ഉണ്ടാവാനും സ്വഭാവം നന്നാകാനും പാപങ്ങൾ ഒഴിഞ്ഞു നിൽക്കാനും നന്മയുടെ വഴിയെ നടന്നു പോകാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് മഹബ്ബത്തു റസൂൽ. അത് കിട്ടിയത് ഭാഗ്യവാന്മാർക്കാണ്. അത് ഏതെങ്കിലും ഒരു മനസ്സിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ നബിയോടുള്ള ഇഷ്ടം കോറിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിനോടുള്ള ഇഷ്ടമായി, പരലോകത്തെ പ്രണയിക്കുന്ന ഇഷ്ടമായി, സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന എന്നല്ല സ്വർഗത്തിലേക്ക് ഓടിപ്പോകാൻ കൊതിച്ചു പോകുന്ന, പെട്ടെന്ന് മരണം വന്നെങ്കിൽ എന്റെ ഹബീബിനോട് ചേർത്തിരിക്കാമല്ലോ എന്ന് കൊതിച്ചു പോകുന്ന ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ അനുരാഗത്തിന്റെ സമ്പൂർണതയിൽ അവൻ കൊതിച്ചു പോകുന്ന ഇഷ്ടമാണ് ഹബീബിനോട് ചേരാൻ. അല്ലാഹുവിന്റെ നബി ആഗ്രഹിച്ചതുപോലെ ലോകത്തൊരാൾക്കും മലക്കുൽ മൗത്ത് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ അല്ലാഹുവിന്റെ നബിക്ക് കൊടുത്തു. എന്താ കൊടുത്തത്? നബിയേ, എന്ത് വേണം നബിയേ, എന്ത് വേണം? മരിക്കാൻ നേരം, അസ്തമിക്കാൻ നേരം, നമ്മൾ ഈ സൂറത്തിൽ സംസാരിച്ചതുപോലെ ഇനി സംസാരിക്കാനുള്ളത് പോലെ ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. മുന്നറിയിപ്പ് നൽകി, താക്കീതുകൾ നൽകി, എല്ലാ താക്കീതുകളെയും അവഗണിച്ച് തൃണവൽഗണിച്ച് ജീവിച്ചു. അവസാനം പ്രശ്നം വന്നു, സ്വൈഹത്ത് വന്നു, അട്ടഹാസം വന്നു, താക്കീത് ചെയ്യപ്പെട്ട ശിക്ഷ വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ പിന്നെ ഒരൽപ്പം പോലും അങ്ങോട്ട് നീക്കി വെക്കുകയില്ല. പിന്നെ അവർക്ക് പറ്റൂല. തൗസിയത്തൻ, ഒരു വസിയത്ത് എഴുതട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് നിന്നോട്ടെ, ഒന്ന് കണ്ടോട്ടെ, ഒരു യാത്ര ചോദിച്ചോട്ടെ, ഇറങ്ങി തിരിച്ചതാ, ഒന്ന് ഉമ്മാനെ, ഒന്ന് ഉപ്പാനെ, ഒന്ന് ഭാര്യയെ, ഒന്ന് മക്കളെ, ഒരാളെടുത്തും ഒരു വാക്കുറിയാടാൻ കഴിയാതെ എവിടെയാണോ വെച്ച് നിന്റെ തീരുമാനം വരുന്നത് അവിടെ വെച്ച് അസ്തമിച്ചു പോകുന്ന ഒരു ജീവിതമാ. അതാണ് അല്ലാഹു പറഞ്ഞത്, ഒരൽപ്പം പോലും വസിയത്ത് ചെയ്യാനും ഒരൽപ്പം പോലും മാറ്റിവെക്കാനും കഴിയാത്ത തരത്തിൽ അല്ലാഹുവിന്റെ വിധി നിന്നെ പിടികൂടും. വലാ ഇലാ ഇലൈഹിം യർജിഊൻ. കുടുംബത്തിലേക്കൊന്ന് മടങ്ങട്ടെ, ഞാൻ അവിടെ ചെന്നിട്ടൊന്ന് മരിച്ചാ മതി, എന്റെ ഉപ്പയെ ഉമ്മയെ എന്റെ ഭാര്യ എന്റെ മക്കളെ ഒന്ന് കണ്ടിട്ട് മരിച്ചാ മതി എന്ന് കൊതിച്ചു പോകും. പക്ഷേ കിട്ടൂല, തീർന്നു പോയി, അസ്തമിച്ചു പോയി. അങ്ങനെ അസ്തമിച്ചു പോകാനിരിക്കുന്നവരാ നമ്മൾ. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ സയൻസിന്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അങ്ങ് അസ്തമിച്ചു പോകും. അങ്ങനെ അസ്തമിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല. മരിക്കുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് നമ്മൾ ആ സ്നേഹം കൊണ്ട് പിടിച്ചു നിന്നാൽ, നമ്മുടെ അമലുകളെ നന്നാക്കിയാൽ, നമ്മുടെ പരലോകത്തെ കുറിച്ച് ഓർമ്മ വെച്ചാൽ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ മരിക്കുന്നതിന് മുമ്പേ ഓർമ്മിച്ചു വെച്ചാൽ, അവനെ സംബന്ധിച്ചാ പറഞ്ഞത് അവനാണ് ബുദ്ധിമാൻ. അല്ലാത്തവൻ കുറെ മോഹങ്ങളും സ്വപ്നങ്ങളും പേര് ജീവിക്കുന്നവനാ. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അപ്പോ ഒരൽപ്പം പോലും വസിയത്ത് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ സ്നേഹിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് നമ്മൾ ജീവിച്ചു കഴിയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും തൃപ്തിയും നമ്മളിലേക്ക് ഉണ്ടാകുമ്പോ, ഈ താക്കീതുകളെ പരിഗണിച്ച് നമ്മൾ ജീവിക്കുമ്പോ എന്ത് വന്നാലും എപ്പോഴും മരണത്തിന് വേണ്ടി തയ്യാറാണ്, മരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറ്. അതിന് ഈ സഹാബി പറഞ്ഞതുപോലെ വലിയ നിസ്കാരവും വലിയ നോമ്പും വലിയ ഞാനിത് വേണ്ട എന്നല്ല പറയുന്നത്, അതൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടെന്ന് പറയാമോ, അള്ളാഹിനോടുള്ള സ്നേഹം എന്റെ മനസ്സിലുണ്ട്, അള്ളാഹിന്റെ നബിയോടുള്ള സ്നേഹം എന്റെ മനസ്സിലുണ്ട് എങ്കിൽ നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പം നിനക്ക് ചേരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കും, അള്ളാഹെ സ്നേഹിക്കും. നമ്മൾ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കും. നമ്മുടെ ഹൃദയം നമ്മൾ അങ്ങനെ അള്ളാഹിന്റെ റസൂലിന്റെ മഹബത്തിന് വേണ്ടി കാത്തുവെക്കും. അവിടെയുള്ള ദുനിയാവിനെ, മറ്റിഷ്ടങ്ങളെ, തന്നിഷ്ടങ്ങളെ, പിന്നെ അരിതായ്മകളെയൊക്കെ മാറ്റിയിട്ട് അള്ളാഹിന്റെ നബിക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒഴിച്ചു വെച്ചാൽ അവിടെ അള്ളാഹും വരും, അള്ളാഹിന്റെ റസൂലും വരും, പരലോകവും വരും, എല്ലാം വരും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ് കൂടി പറയാം.
യഗ്തനിം ഖംസൻ ഖബല ഖംസിൻ, 5 മുമ്പ് 5 കൊണ്ട് മുതലാക്കുക. ഹയാതക ഖബല മൗതിക, മരിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ. വസിഹതക ഖബല സഖമിക, നിന്റെ രോഗത്തിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ. വഫറാഗക ഖബല ശുഗ്ലിക, തിരക്കുകൾ വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയത്തെ. വശബാബക ഖബല ഹറമിക, വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ. വഖിനാക ഖബല ഫഖിരിക, ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ സമ്പന്നതയെ. ഇതിനെ നീ കാത്തു സൂക്ഷിച്ചാൽ, ശ്രദ്ധിച്ചാൽ, താക്കീതുകളെ മുന്നറിയിപ്പുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിച്ചാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ ജീവിതം ധന്യമാക്കും. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ച് തീർത്തസ്തമിക്കുക എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ബാക്കി ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന്, മുഹിബ്ബീങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന്, ആശിഖീങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് പുണ്യ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. മാ ബൈന ഐദീകും വമാ ഖൽഫകും, കഴിഞ്ഞു വന്ന വഴികൾ, വരാനിരിക്കുന്ന വഴികൾ ശ്രദ്ധയോടെ. മഹാനായ ഖുർത്തുബി തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹു ഒരു മനുഷ്യന്റെ ജീവൻ സമ്പൂർണ്ണമായിട്ട് ഒരു വരിയിൽ ഉൾപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുൻവഴികളും വരാനിരിക്കുന്ന വഴികളും അവന്റെ ജീവിതം മൊത്തമായി, അവന്റെ ഫ്യൂച്ചറും പാസ്റ്റും മൊത്തമായി. അവന്റെ എന്ന് പറഞ്ഞപ്പോൾ പ്രസന്റ് ആയി, മുൻകഴിഞ്ഞത് പറഞ്ഞപ്പോൾ അവന്റെ പാസ്റ്റ് ആയി, വരാനിരിക്കുന്ന ഫ്യൂച്ചർ ഇല്ല. ഒരു മനുഷ്യ ജീവിതം മൊത്തത്തിൽ ഒരു ആയത്തുള്ള പറയാം. അതിനെ നീ സൂക്ഷിച്ച് ജീവിക്കും, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കും. ഓരോ സമയം ഓരോ സീസൺ ഒരു മജ്‌ലിസിൽ നമ്മൾ കിട്ടി, ഈ മജ്‌ലിസിൽ എന്താ പഠിക്കേണ്ടത്? അല്ലാഹയെ തഖ്വ ചെയ്യാൻ. വെള്ളിയാഴ്ച നിർബന്ധമായിട്ടും ഇമാമ് ഉമ്മത്തിനോട് വസിയത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്നറിയാമോ? തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യണം. ഇല്ലെങ്കിൽ ആ ഖുതുബ ശരിയാവില്ല, ആ ജുമ ശരിയാവില്ല. വെള്ളിയാഴ്ച പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന പുരുഷാരത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടുത്തെ നാട്ടിന്റെ മഹലിന്റെ ഇമാമ് അവരോട് കണിശമായിട്ട് ഫർളായിട്ട് ശർത്തായിട്ട് പറഞ്ഞിരിക്കണം, തഖ്വ ചെയ്യും. തഖ്വ വത്തഖൂ, വത്തഖൂ, നിങ്ങൾ തഖ്വ ചെയ്യണം. അല്ലാഹയെ പേടിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കുക. ഈ തഖ്വയാണ് തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദത്തിൻ, എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം തഖ്വയാ. റഹ്മത്തിന്റെ, ബറക്കത്തിന്റെ, ഐശ്വര്യത്തിന്റെ, ഉപജീവന വിശാലതയുടെ. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, നിങ്ങൾ തഖ്വ ചെയ്യും, നിങ്ങൾക്ക് ഇൽമു കിട്ടും. മുതഅല്ലിമികളോടുള്ള കൽപ്പന, അലിമിങ്ങളോടുള്ള കൽപ്പന, ഇൽമുമായിട്ട് ബന്ധപ്പെടുന്നവരുടെ കൽപ്പന. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, നിങ്ങൾ തഖ്വ ചെയ്യും, ഇൽമു കിട്ടും. ഇൽമു കിട്ടിയില്ലേ തഖ്വയുടെ കുറവ്, ഇൽമിന് വെളിച്ചമില്ലേ തഖ്വയുടെ കുറവ്, ഇൽമു ഫലപ്പെടുന്നില്ലേ തഖ്വയുടെ കുറവ്. അപ്പൊ അതുകൊണ്ട് പഠിച്ച ഇൽമു കൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ അല്ലാഹു പഠിപ്പിക്കും. അവിടുത്തെ മുഅല്ലിം അല്ലാഹ്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, യുഅല്ലിമു മുഅല്ലിം, അധ്യാപകൻ ആര്? അല്ലാഹ്. അല്ലാഹു പഠിപ്പിക്കും തഖ്വ. അപ്പൊ ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പഠിച്ച ഇൽമോട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ അല്ലാഹു അറിഞ്ഞുകൂടാത്തതിനെ പഠിപ്പിക്കും. പിന്നെ അല്ലാഹു പഠിപ്പിക്കുന്നത് അല്ലാഹയെ പഠിച്ചാൽ മതി. വാപ്പ ഉമ്മ വാപ്പയെ പഠിപ്പിച്ചു, വാപ്പ ഉസ്താദിനെ പഠിപ്പിച്ചു, ഗുരുവിനെ പഠിപ്പിച്ചു, ഗുരു അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചു. പിന്നെ ആ കുട്ടി അല്ലാഹുവിന്റെ വഴിയെ സഞ്ചരിച്ചു. അതാണ് അതിന്റെ ഓർഡർ. അപ്പൊ അതുകൊണ്ട് വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, നമ്മൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച അല്ലാഹു നമ്മുടെ റിസ്കിന്റെ വിശാലതയാണ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വത്തഖുല്ലാഹ സൂറത്തു തലാഖിൽ വത്തഖുല്ലാഹ പറഞ്ഞില്ല, എന്താ പറഞ്ഞത്? യജ്അൽ ലക്കും മഖ്റജ എന്ന് പറഞ്ഞത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. ഭയങ്കരം. ആരെങ്കിലും അല്ലാഹുവിനെ തഖ്വ ചെയ്താൽ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പോംവഴി കൊടുക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പോംവഴിയില്ലേ, അതിന്റെ പ്രശ്നം എന്താണ്? തഖ്വയുടെ കുറവാണ്. അപ്പൊ നമ്മൾ അല്ലാഹുവിനെ തഖ്വ ചെയ്തു തുടങ്ങി, അല്ലാഹയെ പേടിച്ചു തുടങ്ങി, അല്ലാഹയെ സൂക്ഷിച്ചു തുടങ്ങി, എല്ലാ പ്രശ്നത്തിനും പോംവഴി വരും. യജ്അൽ ലക്കും മഖ്റജ, മഖ്റജ് മീൻസ് പോംവഴി, പോംവഴി, എല്ലാത്തിനും പോംവഴി വരും. വയർസുഖുഹു, അവന് റിസ്ക് കൊടുക്കും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത വഴിയിലൂടെ. എത്ര കാൽക്കുലേഷൻ ചെയ്തിട്ടും ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെ തിരിഞ്ഞു പിരിഞ്ഞു നോക്കിയിട്ട് ഒന്നും ഒരു കാൽക്കുലേഷൻ ആവണം, ഒരു കണക്ക് കൂട്ടലൊക്കെ തെറ്റിപ്പോണം. എന്താ കണക്കൂട്ടിൽ തെറ്റാണ്? കാരണം തഖ്വയുടെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ, തഖ്വയോടുകൂടി ജീവിക്കാൻ, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്ത് അല്ലാഹയെ പേടിക്കണം, അല്ലാഹയെ സ്മരിക്കണം. അല്ലാഹുവിന്റെ നബി എപ്പോഴും പ്രസംഗിക്കുന്നുവോ ആ പ്രസംഗത്തിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാകുന്ന ഘടകമാണ് തഖ്വ. ഹംദ് കൊണ്ട് തുടങ്ങി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്ത് സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കും. തഖ്വ
ഇല്ലാതെ ഒരു പ്രസംഗമില്ല, തഖ്വ പറയാത്ത ഒരു ഖുതുബയില്ല, തഖ്വ പറയാത്ത ഒരു സംസാരമേ ഇല്ല. തഖ്വ, പടച്ചോനെ പേടി, പടച്ചോനെ പേടി, പടച്ചോനെ സൂക്ഷിക്കുക. അതാണ് അല്ലാഹു പറയുന്നത്, ഇത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. നിങ്ങളുടെ മുന്നിലുള്ളതിനെ സൂക്ഷിക്കുക, വരാനിരിക്കുന്നതിനെ സൂക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്യും. അല്ലാഹുവിന്റെ റഹ്മത്തിനെ വലിച്ചടിപ്പിക്കാൻ, ജീവിതം അനുഗ്രഹീതമാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? തഖ്വ. അത് എവിടെ കേടുവന്നു? കണ്ണിന് തഖ്വ, കാതിന് തഖ്വ, കൽബിന് തഖ്വ, കൈക്ക് തഖ്വ, സമ്പത്തിന് തഖ്വ, വശത്തിന് തഖ്വ, എല്ലാത്തിനും തഖ്വയെ കുറിച്ച് ഓർമ്മിക്കും. ആ തഖ്വയെ ഓർമ്മിച്ചിട്ട് തഖ്വയ്ക്ക് വിരുദ്ധമായി എന്തുണ്ടെങ്കിലും അതിനെ പരിഹരിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാൽ പടച്ചറപ്പിൽ ആ വഴി തെളിച്ചു തരും. ആ വഴിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയിലേക്ക്, ഹിദായത്തിലേക്ക്, സന്മാർഗത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് അല്ലാഹു നമ്മളെ കൊണ്ടുപോകും. അല്ലാഹു, ഞാൻ നേരത്തെ മുമ്പൊക്കെ എപ്പോഴും സംസാരിച്ചതുപോലെ, പരലോകം രക്ഷപ്പെടാൻ, സ്വർഗപ്രവേശനത്തിന് അല്ലാഹു വെച്ചിരിക്കുന്ന ഒരേ ഒരു യോഗ്യത തഖ്വയാണ്. അല്ലാതെ മുസ്ലിം ആവലോ അല്ലെങ്കിൽ മുസ്ലിം പേരിടലോ കുടുംബത്തിൽ ജനിക്കലോ ഒന്നുമല്ല. തഖ്വയുണ്ടോ അത് ഇവിടെ ഇരിക്കുന്നത്. വേറെ നമ്മുടെ രൂപ വേഷഭൂഷാദികളിലൊന്നുമല്ല. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു പേടിയുടെ, ഒരു വെളിവിന്റെ, ഒരു തെളിവിന്റെ, ഒരു എരിച്ചിലിന്റെ പേരാണ് തഖ്വ. ഇത് ശരിയാവോ, ഇത് ശരിയാവോ, ഇങ്ങനെ പറയാമോ, ഇങ്ങനെ ചെയ്യാമോ, ഇങ്ങോട്ട് പോവാമോ, ഇങ്ങോട്ട് നോക്കാമോ, ഇങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കാമോ, ഇത് ചിന്തിക്കാമോ എന്നുള്ള ആ ഒരു എരിച്ച് നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുത്താൽ അതിന്റെ പേരാണ് തഖ്വ. അപ്പൊ അങ്ങോട്ട് ശരിയാവാത്തത് എല്ലാം അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി റെഡിയാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച് മുത്തഖീങ്ങളുടെ ഗണത്തിൽപ്പെട്ട് ഓരോ മുന്നറിയിപ്പുകളും താക്കീതുകളും അല്ലാഹുവിന്റെ റസൂലും ഖുർആൻ തരുമ്പോൾ അത് കേട്ട് ഒരു സെറിവിക്കെട്ട് മറക്കി കളയാതെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളാക്കി മാറ്റി ജീവിതത്തെ ധന്യമാക്കി ജീവിക്കാൻ അല്ലാഹു വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.